നമ്മുടെ ലാസ്റ്റ് വീഡിയോയ്ക്ക് താഴെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച ഒരു കാര്യമായിരുന്നു AWS റോഡ് മാപ്പ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് AWS എവിടെ നിന്ന് തുടങ്ങണം, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എങ്ങനെ ഈ മേഖലയിൽ ഒരു ജോലി നേടിയെടുക്കാം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ റോഡ് മാപ്പാണ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗിൽ ഒരു കരിയർ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ തീർച്ചയായും അവസാനം വരെ കാണുക. എന്തുകൊണ്ട് AWS? എന്തുകൊണ്ടാണ് നമ്മൾ AWS തന്നെ തിരഞ്ഞെടുക്കുന്നത്? ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, നെറ്റ്ഫ്ലിക്സ് തുടങ്ങി ലോകത്തിലെ വമ്പൻ കമ്പനികളെല്ലാം ഇന്ന് AWS ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലൗഡ് എഞ്ചിനീയർമാർക്ക് ഇന്ന് വിപണിയിൽ വമ്പൻ ഡിമാൻഡും ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും ലഭിക്കുന്നുണ്ട്. സ്റ്റെപ്പ് 1, ഫൗണ്ടേഷൻ. AWS പഠിക്കുന്നതിന് മുമ്പ് ചില അടിസ്ഥാന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നെറ്റ്വർക്കിംഗ്, IP അഡ്രസ്, DNS, സബ്നെറ്റ്സ് എന്നിവയെക്കുറിച്ച് കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കുക. ലിനക്സ്, ക്ലൗഡ് സെർവറുകൾ അധികവും ലിനക്സിലാണ് പ്രവർത്തിക്കുന്നത്. വെർച്വലൈസേഷൻ, എന്താണ് വെർച്വലൈസേഷൻ എന്ന് മനസ്സിലാക്കുക. സ്റ്റെപ്പ് 2, കോർ സർവീസസ്. ഇനി നമുക്ക് AWSലേക്ക് കടക്കാം. പ്രധാനമായും ഇനി പറയുന്ന 4 സർവീസുകളിൽ മാസ്റ്റർ ആകുക. EC2, വെർച്വൽ സെർവറുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് പഠിക്കുക. S3, സ്റ്റോറേജ്, ഡേറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യാം. RDS, ഡേറ്റാബേസ് ആണിത്, ഡേറ്റാബേസുകൾ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് ഇവിടെ നിങ്ങൾ പഠിക്കും. VPC, നെറ്റ്വർക്കിംഗ്, നിങ്ങളുടെ സ്വന്തം സുരക്ഷിതമായ നെറ്റ്വർക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നും പഠിക്കണം. സ്റ്റെപ്പ് 3, സർട്ടിഫിക്കേഷൻ പാത്ത്. കരിയറിന് ഏറ്റവും മികച്ചത് AWS സർട്ടിഫൈഡ് സൊല്യൂഷൻ ആർക്കിടെക്ട് തന്നെയാണ്. ഇത് നേടിയാൽ നിങ്ങൾക്ക് മികച്ച ജോലി സാധ്യതകൾ ലഭിക്കും. നിങ്ങൾക്ക് AWS പഠിച്ച ഒരു ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ നേടിയെടുക്കണമെങ്കിൽ എൻട്രിയിലെ AI ഇന്റഗ്രേറ്റഡ് AWS കോഴ്സ് തിരഞ്ഞെടുക്കാം. ലേറ്റസ്റ്റ് ടെക്നോളജികൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ക്ലിക്ക് ചെയ്യൂ. സ്റ്റെപ്പ് 4, പ്രോജക്ട്സ് ആൻഡ് പോർട്ട്ഫോളിയോ. വെറുതെ തിയറി മാത്രം പഠിച്ചാൽ പോരാ. AWS ഫ്രീ ടയർ അക്കൗണ്ട് ഉപയോഗിച്ച് ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുകയോ ഒരു സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടാക്കുകയോ ചെയ്യുക. ഈ പ്രൊജക്ടുകൾ നിങ്ങളുടെ റെസ്യൂമിൽ ചേർക്കുന്നത് ജോലി ലഭിക്കാൻ സഹായിക്കും. AWS പഠിക്കാൻ തുടങ്ങാൻ ഇതിലും നല്ലൊരു സമയമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.